മുല്ലപ്പെരിയാർ ചർച്ചയാക്കാൻ തമിഴക വെട്രിക്കഴകം. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം വേണമെന്നും ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുക്കുന്ന വെള്ളം തമിഴ്നാടിന് നൽകണമെന്നും തമിഴ്നാട് കമ്പം എംഎൽഎ ജഗന്നാഥ് മിശ്ര ടിവികെ തേനി ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും മുല്ലപ്പെരിയാർ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയിരുന്നു. முல்லை பெரியார் அணையினுடைய எக்ஸஸ் வாட்டர் ஒரு ஆண்டுக்கு 5 தடவை எக்ஸஸ் வாட்டர் இடுக்கி டேம் போய் அரபிக் கடலுக்கு போகுது அந்த தண்ணி. அந்த வாட்டரை எங்களுக்கு எக்ஸஸ் வாட்டர் எவ்வளவு எக்ஸஸ் வாட்டர் முல்லை பெரியார் இருக்கு அது பூரா தமிழ்நாட்டுக்கு கொடுக்குது. முல்லை பெரியார் டேமோட கெப்பாசிட்டி போக அதுதான் எக்ஸஸ் வாட்டர். முல்லை பெரியார் அணையுடைய கெப்பாசிட்டி போக நான் லண்டன் போனேன். பெண்ணிக்கு செலவிறக்காக லண்டன் போச்சு. ஸ்காட்லாந்துல இருக்கக்கூடிய ஒரு 300க்கும் மேற்பட்ட அணைகளை ஆய்வு பண்ணும். രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, എന്നും മുല്ലപ്പെരിയാർ ഒരു ചർച്ച തന്നെയാണ്. ഇതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ടിവികെ ഈ വിഷയം പ്രധാനമായിട്ടും ഉയർത്തുകയും ചെയ്തിരുന്നു. എന്താണിപ്പോൾ ഇദ്ദേഹം പറയുന്നത്? ശ്രുതി, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തേനി ജില്ലയിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധം ഈ മുല്ലപ്പെരിയാർ തന്നെയായിരുന്നു. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 152 അടിയാക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധം. അത് തേനി ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടായി മാറിയെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ടിവികെ ഉള്ളത്. അതിന് പിന്നാലെയാണ് കേരളത്തിലെത്തിയ ഈ കമ്പത്തെ എംഎൽഎ ആയിട്ടുള്ള ജഗന്നാഥ് മിശ്ര ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഈ ജലനിരപ്പ് 152 അടിയാക്കണ്ട, പകരം ഈ 142 അടിയോട് അടുക്കുമ്പോൾ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കാറുണ്ട്. ആ വെള്ളം ഒഴുക്കുന്നതിന് പകരം ആ വെള്ളം പൂർണ്ണമായും തമിഴ്നാട്ടിലേക്ക് നൽകണം എന്നതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, സാധാരണ മഴക്കാലമാകുമ്പോൾ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം എത്രയാണോ അത് അത്ര തന്നെ ടണലിലൂടെ തമിഴ്നാട് കൊണ്ടുപോകാറുണ്ട്. വൈഗ അണക്കെട്ടിലാണ് ആ വെള്ളം കൊണ്ടുപോയി അവർ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ അവിടെയും മഴക്കാലം ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ സാധാരണ അവർക്ക് കഴിയാറില്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്തിനാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടിവിക്ക് എന്തായാലും മുല്ലപ്പെരിയാർ സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനം. അതിപ്പോൾ വരും ദിവസങ്ങളിൽ അത് ഏത് രീതിയിലേക്കാണ് ചർച്ച പോകുന്നതെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. എന്തായാലും കാലവർഷം വരാൻ പോവുകയാണ്. മുല്ലപ്പെരിയാറിൽ എന്തായാലും ജലനിരപ്പ് ഉയരും. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചർച്ചകളുടെ തുടക്കം എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ശ്രുതി, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ചർച്ചയാക്കുകയാണ് ടിവികെ. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.